ആദരിക്കാൻ ഏറ്റവും യോഗ്യം ഞാൻ വിചാരിക്കുന്നു. ആദരിക്കുന്ന മാത്രമല്ല, ഷൈനിനെ എന്താ പറയുക ചേർത്ത് പിടിക്കുന്നതിൽ അത് വേറെ ആരുമില്ല, നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ സിബി മലയിലാണ്. ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കാരണം ഞാനും സിബി മലയിലേക്ക് ഒരുമിച്ച് ഞങ്ങളുടെ സിനിമ യാത്ര തുടങ്ങിയപ്പോഴാണ്, ഒരേ കാലത്ത് സിനിമയിൽ വന്നാണ്. രണ്ട് വഴിയിൽ കൂടി വന്നെന്ന് മാത്രമേ വഴിയിൽ കൂടി വന്ന് ഞങ്ങൾ പലതവണ കൂട്ടിമുട്ടുകയും ഏകദേശം ഒരേ മനസ്സോടെ ഒരേ രീതിയിലുള്ള ഒരുപാട് സിനിമകൾ ഞങ്ങൾ ചെയ്യുകയും പരസ്പരം ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഓരോ സമയത്തും ഷൈൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, ഷൈൻ ഒരുപക്ഷെ സിനിമയിൽ ഉണ്ടാവുമോ എന്ന് തോന്നുന്ന ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഷൈനെ ചേർത്ത് പിടിച്ച് ഷൈന് വലിയൊരു അവസരം കൊടുത്ത ഒരാളാണ് സിബി മലയിൽ. ഷൈന് ഒരുപക്ഷെ ഇതിഹാസത്തിന് ശേഷമായിരിക്കും അല്ലേ ഷൈൻ നായകനായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമ. ഈ സിനിമയല്ല ഷൈൻ നായകനായിട്ട് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അല്ലേ, സിനിമയാണ്, സൈകൾ പാടുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതും ഒരു വല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിലാണ് സിബി പറയും ഷൈനെ സിനിമയിൽ വീണ്ടും സജീവമാക്കുകയും നായകനായിട്ട് അഭിനയിപ്പിച്ച സിബി മലയിൽ. അപ്പം അങ്ങനെ ഒരു ആത്മബന്ധമുണ്ട് സിബി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സിബിയോട് ഇത് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, സിബി അവസാനം സംസാരിക്കണം മതി കിട്ടോ, കാരണം ഈ കാര്യങ്ങൾ പറയാനല്ലോ സിബി. അപ്പോൾ ആദ്യം നേരത്തെ സംസാരിച്ച് പോയി കഴിഞ്ഞാൽ സിബിക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് അവസാനത്തേക്ക് സിബിയുടെ വാക്കുകൾ. എന്തായാലും രണ്ടു വാക്കിൽ പറയുന്ന കാര്യങ്ങളൊക്കെ പറയണം, ഇവിടെ എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ചേർന്ന് സിബി സാറിന് നമ്മുടെ വിവേകാനന്ദൻ വൈറലാണ് എന്ന ചിത്രത്തിന്റെ ഈ ഒഫീഷ്യൽ ചടങ്ങിലേക്ക്, ഈ 100ാം സിനിമയിലേക്ക് നമുക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നിറഞ്ഞ കൈ കൊടുക്കുമ്പോൾ നമുക്ക് സിബി സാറിനെ സ്വാഗതം ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. കമൽ പറഞ്ഞ പോലെ ഒരേ കാലഘട്ടത്തിൽ, കമലിനേക്കാളും 1 വർഷം മുൻപാണ് ഞാൻ ആദ്യത്തെ സിനിമ ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചത് വളരെ പ്രത്യേകതയുള്ള ദിവസമാണ്. 39 വർഷങ്ങൾക്ക് മുൻപ് 1985 ജനുവരി 9-ാം തീയതിയാണ് ഞാൻ ആദ്യം ഒരു ക്യാമറയ്ക്ക് പുറകിൽ നിന്ന് സ്റ്റാർട്ടും കട്ടും പറയുന്നത് മുത്താനെന്ന് പേര്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നല്ല ദിവസമാണ്. സാധാരണ മലയാള സിനിമയിൽ ഒരുപാട് ഇരട്ട സംവിധായകരുണ്ട്. സിദ്ദിഖ് ലാല്, അനിൽ ബാബു, റാഫി മക്കാട്ടിൻ തുടങ്ങിയ ഒരുപാട് പേര്. അവരെല്ലാം ഒരുമിച്ച് സിനിമകൾ ചെയ്തവരാണ്. ഒരുമിച്ച് സിനിമകൾ ചെയ്യാത്ത ഇരട്ട സംവിധായകരാണ് ഞങ്ങൾ. കാരണം ഞങ്ങളെ തിരുവനന്തപുരത്ത് ഫെസ്റ്റിവൽ തുടങ്ങിയ കാലം തൊട്ട് എല്ലാ ഫെസ്റ്റിവലിലും പോകുന്ന 2 പേരാണ് ഞങ്ങൾ. ഞങ്ങൾ ഒരുമിച്ച് ഒരു ഹോട്ടലിലായിരിക്കും താമസിക്കുക. ഞങ്ങൾ ഒരുമിച്ചാണ് സിനിമകൾ കാണുക, ഒരുമിച്ചാണ് യാത്ര ചെയ്യുക. അക്കാഡമിയിൽ കപ്പൽ ചേർന്നതിനകത്ത് ഞാൻ അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. അതുകൊണ്ട് ആ യാത്രകൾ ഒന്നിച്ചാണ്. അപ്പോൾ ആൾക്കാർ എവിടെ പോയാലും തിരുവനന്തപുരം തൊട്ട് എറണാകുളവും തിരിച്ചുള്ള യാത്രകളൊക്കെ ഹോട്ടലുകളിൽ ഇറങ്ങുമ്പോഴൊക്കെ ഇവരെല്ലാവരും കാണുന്നത് ഞങ്ങളെ 2 പേരെയും. അങ്ങനെ അവസാനം ഞങ്ങൾക്ക് അങ്ങനെ ഒരു പേര് നാട്ടുകാരുടെ അല്ലെങ്കിൽ ഫെസ്റ്റിവലിൽ വരുന്ന ആൾക്കാരുടെ ഇവരെ ഇരട്ടകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വളരെ ആത്മബന്ധമുള്ള സിനിമയിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഞങ്ങളെല്ലാം ഈ സിനിമയുടെ ഈ അദ്ദേഹം ചെയ്ത സിനിമകളിലേക്ക് കഥകൾ ആദ്യം പങ്കുവെക്കുന്നത് ഞാനും എന്നോടാണ്. ഈ സിനിമയുടെയും കഥ പൂർത്തിയാക്കിയ ശേഷം എന്നോടാണ് പറയുന്നത്. അത്തരത്തിൽ ഇതിൻ്റെ പൂജ, ഇതിൻ്റെ വിളക്ക്, സിനിമയുടെ വിളക്ക് കൊളുത്തിയ തുടങ്ങിയ എല്ലാ ഇതിൻ്റെ ഈ നിമിഷത്തിലും ഇതിൻ്റെ ഭാഗമായി നിൽക്കുവാനുള്ളൊരു അവസരം എനിക്കും ഉണ്ടായതിൽ വളരെ സന്തോഷം. നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഷൈനെ വെച്ചിട്ട് ആ സിനിമയിലേക്ക് ഞങ്ങൾ റസാഖാണ് ആ സിനിമ എടുത്തത്, സൈകൾ പാടുകയാണ്. അപ്പോൾ ഷൈനെയാണ് നമ്മൾ മനസ്സിൽ തീരുമാനിച്ചിരുന്നത്. ഒരു ദിവസം രാവിലെ TV വെക്കുമ്പോൾ കാണുന്ന വാർത്ത നമ്മൾക്കെല്ലാം പറയാൻ ഷൈൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞൊരു ഘട്ടത്തിലേക്ക് ഷൈനെ കൊണ്ടുപോവുകയുണ്ടായി. ആ സമയത്ത് എല്ലാവരും പതറി പോലെ ഞാനും റസാഖും ഒക്കെ ചിന്തിച്ചത് സിനിമ നടക്കുമോ, ഇനി മുന്നോട്ട് പോകുമോ എന്നാണ് കേട്ടത്. അപ്പോൾ കമലാണ് എന്നെ വിളിച്ച് പറഞ്ഞത്, സിബി ഷൈനെ ഈ സമയത്ത് കൈവിടുന്നത്. ഞങ്ങൾ കൈവിടില്ല, ഷൈനായിരിക്കും ഈ സിനിമയിൽ അഭിനയിക്കുക. അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ഷൈനും ഷൈൻ്റെ ഡാഡിയും കൂടെ ഞാൻ റസാഖിനെയും വന്ന് നേരിട്ട് കണ്ടു. ഞങ്ങൾ സംസാരിച്ചു. ആ സിനിമയിൽ ഷൈൻ തന്നെ അഭിനയിക്കും എന്ന് അദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്തു. ലൊക്കേഷനിലാണെങ്കിൽ ഷൈൻ ഒരിക്കലും ഷൈനെ നമ്മുടെ അടുത്ത് കാണില്ല. എപ്പോഴും ഞാൻ ഷൈൻ എവിടെ ഷോർട്ട് സമയത്ത് നോക്കുമ്പോഴത്തേക്ക് ഷൈൻ എവിടെയെങ്കിലും മൂലയ്ക്ക് ഒരു കല്ലിട്ട് പുറത്തോ ഒരു തടിക്കഷ്ണിട്ട് പുറത്തോ മാറി ഒരു നായകനോ സിനിമയിലെ നായകനൊന്നും അല്ലാതെ എവിടെയെങ്കിലും പുറകിലിരിക്കുള്ളൂ. അസിസ്റ്റന്റ് സമയം വിളിച്ചുകൊണ്ട് വരുന്നത്. ചില സമയങ്ങളിൽ ഒരു സീൻ പറഞ്ഞു കൊടുത്ത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള സീനാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ അദ്ദേഹത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ശേഷം ഇതാണ് പൊസിഷൻ, ഇവിടെയാണ് ഇരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഷൈൻ പിന്നെ മണിക്കൂറുകളോളം ലൈറ്റപ്പ് ചെയ്യുന്ന സമയം തൊട്ട് അവിടെ തന്നെ ഇരിക്കും, മാറുകയില്ല.
ഇത്രമാത്രം കമ്മിറ്റഡ് ആയിട്ടുള്ള, ഇത്രമാത്രം പണ്ടൊക്കെ ഗോപിച്ചേട്ടനൊക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു. ഇതോട് കൊടിയേറ്റം ഗോപിച്ചേട്ടനൊക്കെ ആ ഒരു ക്യാരക്ടറായിട്ട് മാറി അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണമായിട്ടും അതിൽ മുഴുകിയിരിക്കുന്ന ആൾക്കാരെ അന്നൊക്കെ കണ്ടിരുന്നു. പക്ഷെ പുതിയ തലമുറയിൽ നമുക്ക് ആരെയും അങ്ങനെ കാണാൻ കഴിയില്ല. പക്ഷെ ഷൈൻ ആ രീതിയിൽ ആ കഥാപാത്രത്തെ ഉള്ളിലേക്ക് ആവാഹിച്ചുകൊണ്ട് ആ കഥാപാത്രമായിട്ട് മാറുന്നത് എന്നെ ഞെട്ടിപ്പിച്ച അനുഭവമാണ്. ഞാൻ ഒരു പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മലയാളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട സംവിധായകരും മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങി ഈ കാലഘട്ടത്തിലുള്ള എല്ലാ പ്രഗത്ഭരായ ആക്ടർമാരൊപ്പം വർക്ക് ചെയ്ത ആൾക്കാരാണ് ഞാനും കമലൊക്കെ. പക്ഷെ ആ കൂട്ടത്തിൽ ഈ പുതിയ തലമുറയിൽ നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിൽ ഒരു പെർഫോമറെ കാണുക എന്നുള്ളതാണ് ഞാൻ ആ സിനിമയിൽ കണ്ടത്. അതിഗംഭീരമായ ഒരു പെർഫോമറാണ് ഷൈൻ. ഷൈനെ ഈ 100-ാം ദിവസം, ഈ 100-ാം ചിത്രത്തിൻ്റെ ഈ വേദിയിൽ വെച്ചിട്ട് കമലിൻ്റെ തന്നെ ആദ്യത്തെ സിനിമയിൽ തുടങ്ങി കമലിൻ്റെ സിനിമയിൽ തന്നെ 100-ാം ദിവസം 100-ാം ചിത്രം അഭിനയിക്കാനുള്ള അവസരം, അത് ആഘോഷിക്കാനുള്ള അവസരം എല്ലാം ഒരുക്കിയ ഈ വലിയ സന്ദർഭത്തിൽ അതിനോട് മനസ്സ് കാണിച്ച കമലിന് ഈ സിനിമയുടെ മുന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹം. വലിയൊരു വിജയമായിട്ട് ഈ സിനിമ മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി. താങ്ക് യു. ഇനി ആ ചരിത്ര നിമിഷത്തിലേക്ക് ലിസ്റ്റിനെ അവർ വരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മറ്റ് വിശിഷ്ടാതിഥികൾ അതുപോലെയുള്ള എല്ലാവരും ഒന്ന് ഇതിലേക്ക് കടന്നു വരിക. ഓക്കെ, നമ്മുടെ ബിജുപാലേട്ടനും ഹരിസാറും നമ്മുടെ കോംപ്രമൈസേഴ്സ് അത് മാത്രം പോലെ ഇവരുണ്ടേ ഡാഡി മമ്മി നിങ്ങൾ ഒരു കൂടി വരും. രണ്ടുപേരും വരും. ഞാൻ കൈയ്യടി കൊടുക്കരുത്, സൈലന്റായിട്ട് നമ്മുടെ ഒരു ചരിത്ര നിമിഷമാണിത്. ഇവിടെ വിവേകാനന്ദൻ വൈറലാണ് എന്ന ചിത്രത്തിന്റെ ഈ 100 സിനിമകൾ പൂർത്തിയാക്കുന്ന നിമിഷം സിബിസാറാണ് ആദരിക്കുന്നത്. മൊമെന്റോ നൽകിയാണ് ആദരിക്കുന്നത്. സിബിസാറിന് അതിനുവേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. സാറിന്റെ അടുത്തേക്ക് നിൽക്കുക. എല്ലാവരുടെയും അനുവാദത്തോടും സ്നേഹത്തോടും എല്ലാവരും ചേർന്ന് നിൽക്കാം. സ്നേഹത്തോടും ഒക്കെ കൂടി ഇവിടെ ഈ നിമിഷം നമ്മൾ ആദരിക്കാൻ പോവുകയാണ്. 100 സിനിമകൾ പൂർത്തിയാക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഷൈൻ ചേട്ടനെ നമ്മൾ ആദരിക്കും. എല്ലാവരും ചേർന്നേക്ക് ഫോട്ടോ എടുക്കാനുള്ളതാണ്. അതുപോലെ ഒത്തിരി ക്യാമറകളുണ്ട്. അപ്പൊ അതെല്ലാവരും ഒന്നിച്ച് നിങ്ങളുടെ അനുവാദത്തോടു കൂടി സ്നേഹത്തോടു കൂടി വിവേകാനന്ദൻ വൈറലാണ് എന്ന ഈ ചിത്രത്തിന്റെ 100 സിനിമകൾ പൂർത്തിയാക്കുന്ന നമ്മുടെ സ്വന്തം ഷൈൻ ടോം ചാക്കോ ഇവിടെ